Hello friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. KQ റിവാലുവേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചില കോമൺ ഡൗട്ട്സിന് റിപ്ലൈ തരികയാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ, KQ S2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ S1 തന്നെ അത് വാങ്ങിച്ച ഒരുപാട് 100-ലധികം വിദ്യാർത്ഥികൾക്ക് CGPA 8+ കിട്ടിയതായിട്ട് അവർ തന്നെ പറയുകയുണ്ടായി. വളരെയധികം സന്തോഷം. അപ്പോൾ ഇനി ആരെങ്കിലും അവൈറ്റ് ചെയ്തിട്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാതെ S2 പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ റിവാലുവേഷൻ, അതായത് എത്ര പേർക്ക് റിവാലുവേഷൻ കൊടുക്കണം അല്ലെങ്കിൽ എന്നൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ലാതിരിക്കുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നിങ്ങൾ മാർക്ക് ചെയ്യിക്കുക, ഗ്രേഡ് മാർക്ക് ചെയ്യിക്കുക, എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കുക. ഇപ്പോൾ ചിലർ ഫെയിൽ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഗ്രേഡിൽ നിന്ന് എത്ര മാർക്ക് കുറവുണ്ട് എന്ന് നോക്കുക. അത് വലിയൊരു വ്യത്യാസമാണ് എങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ 10-ഉം 10-ൽ കൂടുതലുമാണ് എങ്കിൽ നിലവിലെ KQ വാല്യുവേഷനൊക്കെ അനുസരിച്ച് വലിയ സ്കാമുകൾ നടക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്നുകൂടി ചിന്തിക്കുക. നിങ്ങൾ തന്നെ പരീക്ഷ എഴുതിയത് കോൺഫിഡൻ്റ് ആണോ? എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ ശരിയാവാൻ ചാൻസ് ഉണ്ട്, അതനുസരിച്ച് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ തീർത്തും ഡിസർവിങ് അല്ലാത്തൊരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എന്ത് ചെയ്യുക, നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. കാരണം മറ്റൊരു പ്രധാനപ്പെട്ട ഡൗട്ട്, റിവാലുവേഷൻ കൊടുത്ത മാർക്ക് കുറഞ്ഞാൽ തൻ്റെ ഉള്ള മാർക്ക് കൂടി പോകുന്നതാണ്. അങ്ങനെ പേടിക്കേണ്ട. നമ്മൾ +2-ലും +1-ലും ഒക്കെ കണ്ട പോലെ തന്നെയാണ് ബെസ്റ്റാണ് എടുക്കുന്നത്. റിവാലുവേഷൻ ചെയ്ത് മാർക്ക് കുറയുന്നൊരവസ്ഥ ഇല്ല, ഒന്നുകിൽ മാർക്ക് കൂടും. സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1 മാർക്കും 2 മാർക്കും ഒക്കെയാണ് ആ ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. കാരണം ഒരു നെക്സ്റ്റ് റീവാലുവേഷനിൽ ആ ചെറിയൊരു മാർജിൻ മാറാനുള്ള സാധ്യത പലതിലും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് KQ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ മുൻകാലത്ത് സംഭവിച്ചിട്ടുമുള്ള ചരിത്രമുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിന് ഡേറ്റും ഒക്കെ ആണ് എങ്കിൽ വിത്തൗട്ട് ഫൈൻ April 2 നിലവിലെ ഡേറ്റ്. ഒരുപക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. KQ പോർട്ടൽ വഴി ഒഫീഷ്യലായിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട്, സ്റ്റുഡൻറ് ലോഗിൻ ചെയ്തുകൊണ്ട്, കാൻഡിഡേറ്റ് ലോഗിൻ കീം സമയത്തായിരുന്നു, ഇപ്പോൾ സ്റ്റുഡൻറ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഫോർ റീവാലുവേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് കോപ്പി കൊടുക്കാം. അവിടെ ഓപ്ഷൻസ് ഉണ്ടാകും. സോ ഇപ്പോൾ തന്നെ ചെയ്തേക്കാം. ഫീസ് വരുന്നത് 630 ആണ്, അതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർന്നു. ഓൾ ദി ബെസ്റ്റ്.